ആരാണ് റബ്ബ്? 3 അധികാരാവകാശങ്ങൾ ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അവന് മാത്രം പറയാൻ പറ്റുന്ന വാക്കാണ് റബ്ബ് എന്ന വാക്ക്. എന്താണ് ആ 3 അധികാരാവകാശങ്ങൾ? ഒന്നാമത്തത് അൽ മുൽക്ക്, ഉടമസ്ഥതാധികാരം. ഈ ആകാശത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാണ്? ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ഖുറൈശിക്കൂട്ടം ആരും തന്നെ അത് ലാത്തക്കാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ഉസ്സക്കാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ഏതെങ്കിലും നബിമാർക്കുള്ളതാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ഏതെങ്കിലും റസൂലുകൾക്കുള്ളതാണെന്ന് വിശ്വസിച്ചിട്ടില്ല. പരമ്പരാഗതമായി ഇബ്രാഹിം ഈ മില്ലത്തിലുള്ള മഹാന്മാർക്ക് ആർക്കെങ്കിലും ആകാശത്തിന്റെ ഉടമസ്ഥതാധികാരമുണ്ടെന്ന് ഖുറൈശികൾ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഉടമസ്ഥനാകാനുള്ള യോഗ്യത, ഇതാണ് റബ്ബാകാനുള്ള ഒന്നാമത്തെ അവകാശം. രണ്ടാമത്തത് അൽ ഖൽഖ്, നിർമ്മാണാധികാരം. ഒന്നാമത്തത് ഉടമസ്ഥതാധികാരം. ഖുർആൻ ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർള്, പരിശുദ്ധ ഖുർആൻ ഉടമസ്ഥൻ ആരാണെന്ന് വിശദീകരിച്ചു. ലില്ലാഹ്, അല്ലാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. മുൽക്കുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥതാധികാരം. വമൻ ഫീഹിൻ, ആകാശഭൂമികൾ എന്തൊക്കെ ആരൊക്കെയുണ്ടോ അവിടെയൊക്കെ ഉടമപ്പെടുത്തിയത് അല്ലാഹുവാണ് ഖുർആൻ. രണ്ടാമത്തത് ഖൽഖാണ്, നിർമ്മാണാധികാരം. ജിബ്രീൽ തൊട്ട് പരമാണുക്കൾ വരെയുള്ള സകല ജീവ അജീവ വസ്തുക്കളെയും നിർമ്മിച്ചതാരാണ്? ഖാലിഖാരാണ്. അല്ലാഹു തആല തന്നെ പറഞ്ഞു, ഖൽഖിന്റെ ഉടമസ്ഥതാധികാരം അല്ലാഹ്ക്ക് മാത്രമാണ്. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ. അല്ലാഹു തആല, അല്ലദീ, ആരാണി അല്ലാഹ്, ഖലഖസ് സമാവാതി, ആകാശങ്ങളെ നിർമ്മിച്ചവൻ, വൽ അർള, ഭൂമിയെയും നിർമ്മിച്ചവൻ, വമാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിലുള്ള സകലതിനെയും നിർമ്മിച്ചവൻ അല്ലാഹുവാണ് ഖുർആൻ. വേറെയും നിർമ്മാണാധികാരത്തിൽ വളരെ ശക്തമായ ചില ഇടപെടലുകൾ അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്? നിർമ്മാണാധികാരത്തിൽ ചില ശൈഖുകൾക്ക് പങ്കുണ്ട്, ചില വലിയുകൾക്ക് പങ്കുണ്ട്, ചില നബികൾക്ക് പങ്കുണ്ട് എന്ന വിശ്വാസക്കാരുണ്ടായി. നിർമ്മിക്കുന്ന വിഷയത്തിൽ ഈസ നബിക്ക് ചെറിയൊരു അധികാരമുണ്ട് എന്ന് വിശ്വസിച്ചു ക്രിസ്ത്യാനികളിൽ ചിലർ. നിർമ്മിക്കുന്ന കാര്യത്തിൽ മൂസ നബിക്ക് ചില പങ്കുണ്ടെന്ന് വിശ്വസിച്ചു ചിലർ. നിർമ്മിക്കുന്ന കാര്യത്തിൽ ചില വലിയുകൾക്കും ചില ശൈഖുകൾക്കും പങ്കുണ്ട് എന്ന് വിശ്വസിച്ചു ചിലർ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നിർമ്മാണാധികാരത്തിന്റെ പരമാധികാരം അവന് മാത്രമാണെന്ന് സ്ഥാപിച്ചു. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ളുരിബ മസലും ഫസ്തമിഊ ലഹ്, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഉപമ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചത് കേട്ടുകൊള്ളണം. എന്നിട്ട് അല്ലാഹു തആല വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു കാര്യം പറയാൻ പോകുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് ആ വിഷയം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, തീർച്ചയായും അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ, വ്യക്തികൾ, ബീവികൾ, ബാവകൾ, ശൈഖുകൾ, വലിയുകൾ, നബിമാർ, റസൂലുകൾ, ഇവരാരും, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടപെടിപ്പിക്കുന്ന മഹാന്മാരും മഹദിമാരുമുണ്ടല്ലോ, അവരാരും ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാൻ കഴിവുള്ളവരല്ല കേട്ടോ ഖുർആൻ. എന്തിനാണ് അല്ലാഹു തആല നിർമ്മാണാധികാരത്തിൽ ഇത്രയും ശക്തമായ വാക്കുപയോഗിച്ചത്? ചില ഔലിയാക്കൾക്ക് കുഞ്ഞുങ്ങളെ തരാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ചില നബിമാർക്ക് നമുക്ക് കുഞ്ഞുങ്ങളെ തരാൻ കഴിവുള്ളവെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ചില ശൈഖുകളെടുത്ത് പോയാൽ മക്കൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, ചില ജാറങ്ങളിൽ പോയാൽ മക്കളെ സൗഭാഗ്യമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരെ ഖണ്ഡിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇല്ല, ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാൻ ഈ വലിയുകൾക്ക് കഴിയില്ല, ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാൻ ഈ നബികൾക്ക് കഴിയില്ല, ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാൻ ഈ റസൂലുകൾക്ക് കഴിയില്ല. ലൻ യഖ്ലുഖൂ ദുബാബ, ഈച്ചയെ അല്ലാഹു മനഃപൂർവ്വമാണ് ഉദാഹരണം പറഞ്ഞു തന്നത്. അറബി സാഹിത്യം പറയുന്നവർക്ക് ഈച്ചയെ പ്രയോഗിച്ചതിലുള്ള വ്യക്തത മനസ്സിലാകുന്നതാണ്. ഈച്ചയില്ലാത്ത ലോകമില്ല ഭൂമിയിൽ. എവിടെ പോയാലും ഈച്ചയെ കാണാം. എല്ലാവർക്കും സുപരിചിതമായ ഒരു ജീവിയാണ് ഈച്ച. ഖിയാമത്ത് നാൾ വരെ ഈച്ചനെ അറിയില്ല എന്ന് ലോകത്താർക്കും പറയില്ല, ചില ഷീഈ ശൈഖുകളല്ലാതെ. അവര് ചിലപ്പോൾ അള്ളാനെ തോപ്പിക്കാൻ ഞങ്ങൾക്ക് ഈച്ചനെ അറിയില്ല എന്ന് പറഞ്ഞേക്കാം. അത് ഷീഈ മൊല്ലമാരുടെ സ്വഭാവമാണ്, വിട്ടേക്കിൻ, അത് നമ്മുടെ ചർച്ചയിലില്ല. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, എന്നിട്ട് അല്ലാഹു തആല കടുപ്പം കൂട്ടി, വലവിജ്തമഊല, ഒറ്റക്കൊറ്റക്ക് നിർമ്മിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഔലിയാക്കൾ എല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയാലും കഴിയില്ല എന്ന് പറഞ്ഞു അല്ലാഹു തആല. വലവിജ്തമഊല, ഇജ്തിമാ എന്ന വാക്കിനാണ് കോർപ്പറേഷൻ എന്ന് ഇംഗ്ലീഷ് പറയുക. അതിന് അറബിയിൽ ഇജ്തിമാ എന്നാ പറയാ കോർപ്പറേഷന്.
അള്ളാഹ് ഉപയോഗിച്ച വാക്ക് വല വിജിത്തമഊല. ഭൂലോകത്തുള്ള ബീവി ബാവമാരും ഷെയ്ഖ് വലിയുകളും നബി റസൂലുകളും ഇവരെല്ലാവരും കൂടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു ഈച്ചയെ നിർമ്മിക്കാൻ മെനക്കെട്ടാൽ നടക്കൂല എന്ന് വെല്ലുവിളിച്ചു അല്ലാഹു തആല. അത്ര കൃത്യവും നിഷ്ഠയുമുള്ള കാര്യമാണത്. ഒരു ഈച്ചയെ നിർമ്മിക്കാൻ ഇവരെല്ലാവരും കൂടിയാൽ നടക്കൂല. പിന്നെ ഒറ്റക്കുള്ള കാര്യം വീണ്ടും കടുപ്പം കൂട്ടി അല്ലാഹു തആല. മാത്രവുമല്ല ഈ ഔലിയാക്കൾക്ക് ഈച്ചയെ നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമായിരിക്കട്ടെ, നിങ്ങൾ ഔലിയാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാറുണ്ട്. ചിലർ പായസം വെച്ചിട്ടാണ് ജാറത്തിക്കൊണ്ട് പോയി വെക്കുക, ചിലർ മുട്ട പുഴുങ്ങിയിട്ടാണ് ജാറത്തിക്കൊണ്ട് പോയി വെക്കുക. ഞങ്ങളെ തെക്കോട്ടൊക്കെ വാഴക്കൊല കൊടുക്കുന്നവരുണ്ട് ജാറത്തെ തങ്ങളെ തൃപ്തിപ്പെടുത്താൻ. ചങ്ങനാശ്ശേരിയിൽ ഒരു ജാറമുണ്ട്, ആ ജാറത്തിലെ തങ്ങൾക്ക് സിഗരറ്റാണ് ഇഷ്ടം, സിഗരറ്റാണ് നേർച്ച വരിക. വെള്ളിയാഴ്ച ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ സിഗരറ്റ് ലേലം വിളിക്കും. ചങ്ങനാശ്ശേരി ടൗണിൽ പഴയ പള്ളിയിട്ട് ഒരു ജാറമുണ്ട്, അവിടെ സിഗരറ്റ് തങ്ങളാ, കറുത്ത തങ്ങൾ എന്നാ പേര്. തിരുവനന്തപുരത്തൊരു തങ്ങളുണ്ട്, വെജിറ്റബിൾ തങ്ങൾ, പച്ചക്കറി തങ്ങൾ. ആ പച്ചക്കറി തങ്ങൾ അവിടെ പള്ളിയിൽ ഞാൻ കത്തീവായിട്ട് നിന്നിരുന്നു. പച്ചക്കറി തങ്ങളെ ഞാൻ ഒരിക്കൽ വെജിറ്റബിൾ തങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് പിറ്റത്തെ വെള്ളിയാഴ്ച തന്നെ ബാഗ് എടുക്കേണ്ടി വന്നു. പച്ചക്കറി തങ്ങൾ വെജിറ്റബിൾ തങ്ങൾ രണ്ടും ഭാഷ ഒന്ന് തന്നെയല്ലേ, പക്ഷെ അത് സമ്മതിച്ചില്ല അവര്. അത് തങ്ങളെ കളിയാക്കാന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് ബാഗ് എടുക്കേണ്ടി വന്നു. അന്ന് കുത്തുബസ്ഥാൻ രാജ്യം വെക്കേണ്ടി വന്നു. ബഹുമാനമുള്ളവരെ, അല്ലാഹു തആല പറഞ്ഞ വിഷയമാണ്. അള്ളാഹ് പറഞ്ഞ കാര്യം പറയാനും കേൾക്കാനും നമുക്കെന്തിനാ ഇത്ര ബുദ്ധിമുട്ട്? അള്ളാഹിനോട് എന്തിനാ ഇത്ര വെറുപ്പ്? അള്ളാഹുവിനോട് എന്തിനെങ്ങനെ വെറുപ്പ്? അള്ളാഹ് പറഞ്ഞ കാര്യം പരിഭാഷപ്പെടുത്തുന്ന ജോലിയല്ലേ നമുക്കുള്ളൂ. നമ്മളെ വകയൊന്നും പറയാനില്ലല്ലോ. നമ്മളെ വക എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ കല്ലെറിയുകയോ നിങ്ങൾ മുള്ളെറിയുകയോ എന്തോ ചെയ്തോളി. അള്ളാഹ് പറഞ്ഞത് പരിഭാഷപ്പെടുത്തുന്നതിന് പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തോ വേറെ കുഴപ്പമുണ്ടെന്നല്ലേ എന്റെ അർത്ഥം. വേറെ എന്തോ ഒരു രോഗം നിങ്ങൾക്ക് പിടികൂടുന്നല്ലേ എന്റെ അർത്ഥം. അള്ളാഹ് പറയാത്തൊരു കാര്യം കള്ളമായിട്ട് നമ്മളെ വക ഉണ്ടാക്കി പറഞ്ഞു, കള്ളമായിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ വക ഏതെങ്കിലും ഒരു വ്യക്തികളെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സംഘടന പറഞ്ഞു. ചിലപ്പോൾ നിങ്ങൾക്ക് പെശറിടുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. അള്ളാഹ് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? നിങ്ങൾക്ക് പെശറുന്നല്ലോ. അപ്പൊ എന്തോ ഒരു കള്ളത്തരം നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടെന്നതിന്റെ അർത്ഥം. എന്നെ കണ്ട കിണ്ണം കെട്ടവനെ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് തുല്യമല്ല ഈ കല്ലേറിന്റെ വായന അല്ല സുഹൃത്തുക്കളെ? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ ബേജാറാണ്ട ആവശ്യം എന്തുവാ? പുരോഹിതന്മാർ എന്തിനാണ് ബേജാറാകുന്നത്? കാര്യങ്ങൾ പറ. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക ധൈര്യമായിട്ട്. ഇന്ത്യ രാജ്യമല്ലേ, സ്വതന്ത്രമായ രാജ്യം. ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല ഭരണഘടനയുടെ കൂട്ടായ്മയുള്ളൂ. അതേ അവസരത്തിൽ വ്യക്തമായ സ്വാതന്ത്ര്യം, മതപരമായ ആദർശപരമായ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇത്രയും വകവെച്ച് ചെയ്ത രാജ്യം ലോകത്ത് വേറെ കാണോ? സൗദി അറേബ്യയിൽ പോയിട്ട് ഇസ്ലാമിനെ പറയാൻ പറ്റുമോ ഇത്രയും ധൈര്യമായിട്ട്? UAE പോയിട്ട് പറയാൻ പറ്റുമോ ഇത്രയും ധൈര്യമായിട്ട് ഇസ്ലാമിനെ ഇന്ത്യയിൽ നിന്ന് പറയും പോലെ? മക്കത്ത് പോയിട്ട് പറയാൻ പറ്റോ? ആജിമാരെ കൂട്ടിയിരുന്നിട്ട് ഒരു ബിൽഡിങ്ങിലെ അജിന്റെ കാര്യം പറഞ്ഞു കൊടുത്തതാ. അപ്പൊക്കെന്നെ വന്നു പോലീസുകാർ, യാ അല്ലാഹ് ഫരിക് എന്ന് ഇവിടെ ഒന്നും പറ്റൂല, ഒറ്റക്കൊറ്റക്കങ്ങ് ചെയ്തു പോയാൽ മതി. ഇതാണ് മക്കയുടെ അവസ്ഥ. ഇന്ത്യ അങ്ങനെയാണോ? ഇത്ര സുന്ദരമായി സ്റ്റേജും കെട്ടിയിട്ട് അള്ളാഹുവിനെ പറ്റി പറയാൻ ഇത്ര സ്വാതന്ത്ര്യമുള്ള രാജ്യം ലോകത്ത് വേറെ ഏതാ ഉള്ളത്? ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഷിയാക്കൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാരും പറയും കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അപാകതകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പുരോഹിതന്മാരെ പറയും. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടല്ലോ, നമുക്ക് മാത്രമല്ലല്ലോ സ്വാതന്ത്ര്യം. അപ്പോ എന്തോ ഉള്ളിൽ എന്തോ ഉണ്ട്. പാവപ്പെട്ട സാധാരണക്കാരൻ എന്തോ മനസ്സിലാക്കി കളയുമോ എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട്. ആ പേടി നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം എന്താണെന്ന്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എന്താണ് ഇവിടെ അല്ലാഹു തആല വിശദീകരിച്ചത്? അതിന് വേറെ ന്യായമൊന്നുമില്ലല്ലോ. ഈ ശൈഖന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വല്ല പായസമോ വല്ല പഴമോ പലഹാരമോ ഉണ്ടാക്കിയിട്ട് ആ ശൈഖന്മാരെ ദർഗന്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുപോയി വെക്കിൻ. എന്നിട്ട് ഈച്ചകൾ വന്നിട്ട് ആ ഭക്ഷണ സാധനം തിന്നാൻ തുടങ്ങിയാൽ, ഈച്ചകൾ വന്നിട്ട് ആ പാല് കുടിക്കാൻ തുടങ്ങിയാൽ, ഈച്ചകൾ വന്നിട്ട് ആ പലഹാരം തിന്നാൻ തുടങ്ങിയാൽ, ജാറത്തിലുള്ളവർക്ക് ആ ഈച്ചയെ പോലും തടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അള്ളാഹു പറഞ്ഞു, വേറെ ആരും പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞത്. ആ ഈച്ചയെ പോലും തടുക്കാൻ നിങ്ങളെ ഈ ജാറത്തിലെ ശൈഖന്മാർക്ക് കഴിയില്ല. ഈ ശൈഖന്മാരെയും അന്വേഷിച്ചു പോകുന്നവൻ ബലഹീനൻ. ഈ ശൈഖന്മാരോ അതിനേക്കാൾ വലിയ ബലഹീനർ. അല്ലേ ഖുർആന്റെ വാക്ക്? താലിബ് എന്ന് പറഞ്ഞാൽ ഈ ശൈഖന്മാരെ നോക്കിയിട്ട് വണ്ടിയും കയറി പോകുന്നവർ. മത്ലൂബ് എന്ന് പറഞ്ഞാൽ ഈ ശൈഖന്മാര്. മത്ലൂബ് അന്വേഷിക്കപ്പെടുന്നവർ, ലക്ഷ്യസ്ഥാനം, അതാണ് മത്ലൂബ്. ഇവർ രണ്ടും ബലഹീനരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്?
എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ വിട്ടിട്ട് ഈ രീതിയിൽ ഒരു ആശ്രയത്വം ഈ ഉമ്മത്ത് ആശ്രയിക്കേണ്ടി വന്നത്? വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹുവിനെ അറിയേണ്ട രീതിയിൽ സമൂഹം അറിയാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് പറഞ്ഞു ഖുർആൻ. നിർമ്മാണാധികാരത്തിന്റെ ആധിപത്യം അള്ളാഹു സ്ഥാപിച്ചു. നീ എന്ത് പറയണം? ഒരു ഈച്ചയെ പോലും നിർമ്മിക്കാനുള്ള പരമാധികാരം അള്ളാഹു താലാക്ക് മാത്രമേ ഉള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞ വാക്ക്, അതിന്റെ പരിഭാഷയാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഇനി ആ പറഞ്ഞതല്ല വേറെ രീതിയിലാണെന്നുണ്ടെങ്കിൽ സമൂഹത്തോട് പറ. അള്ളാഹു താല അപ്പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് പറ. ഈ പറയപ്പെടുന്ന കല്ലോ മുള്ളോ അല്ലെങ്കിൽ പാമ്പോ അല്ലെങ്കിൽ കീരിയോ അവരെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് എങ്കിൽ പറ. ഖുറൈശി കൂട്ടം അങ്ങനെ ആരെങ്കിലും കീരിയെയോ പാമ്പിനെയോ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ പറ. കല്ലിനെയോ മുള്ളിനെയോ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ പറ. ഏതെങ്കിലും ഒരു മഹാനായ വ്യക്തിയുടെ പേരിലല്ലാതെ അവർ കർമ്മ നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു വലിയന്റെ പേരിലല്ലാതെ അവർ ജാറം നിർമ്മിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ പേരിലല്ലാതെ, അതും ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട മഹാൻ, ആ മരിച്ചുപോയ മഹാൻ ഇസ്ലാമിൽ അറിയപ്പെട്ടവർ മാത്രമാണ്. ഖുറൈശി കൂട്ടം അംഗീകരിച്ച ഭൂരിപക്ഷം വരുന്ന ദർഗകളും ദീനുൽ ഇസ്ലാമിൽ അറിയപ്പെട്ട നബിമാരോ റസൂലുകളോ സഹാബികളോ ആണ്. പൂർവികന്മാരായ നബിമാരുടെ മക്കത്ത് കഅബാലയത്തിന് ചുറ്റും നിർമ്മിച്ചിരിക്കുന്ന 300 ചില്വാനം വരുന്ന ജാറങ്ങൾ, അതിൽ ഒന്നാമത്തെ ജാറം ഉള്ളിലാണ്. രണ്ടും ജാറം കഅബത്തിന്റെ ഉള്ളിലാണ്. ഒന്ന് ഇബ്രാഹിം നബിന്റെ ജാറമാണ്, മറ്റേത് ഇസ്മായിൽ നബിന്റെ ജാറമാണ്. അത് ഉപ്പുപ്പാനെ ആദരിച്ചുകൊണ്ടാണ് അവർ കഅബത്തിന്റെ ഉള്ളിലാക്കിയത്. ബാക്കിയുള്ള ഔലിയാക്കന്മാരെ ജാറം കഅബത്തിന് വെളിയിലാണ്. മക്കം ഫത്തഹിന്റെ സന്ദർഭത്തിൽ വെളിയിലുള്ള കംപ്ലീറ്റ് ജാറങ്ങളും പൊളിച്ചു കളഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് കഅബത്തിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ചുമരിൽ ഇബ്രാഹിം നബിന്റെയും ഇസ്മായിൽ നബിന്റെയും ചിത്രം കിടക്കുന്നു. അത് ഇബ്രാഹിം നബിന്റെയും ഇസ്മായിൽ നബിന്റെയും ജാറം പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഷെയനായിരുന്നു, അത് അടയാളമായിരുന്നു. ഒരു തുണിക്കഷ്ണവും ഇച്ചിരി വെള്ളവും കൊണ്ടുവരാൻ റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചു. ഇച്ചിരി വെള്ളവും തുണിക്കഷ്ണവും കൊണ്ടുകൊടുത്തു. ആ വെള്ളത്തിൽ ഹബീബായ മുത്ത് തൃക്കൈ കൊണ്ട് ആ വെള്ളത്തിൽ തുണി മുക്കി ഇബ്രാഹിം നബിന്റെയും ഇസ്മായിൽ നബിന്റെയും ചിത്രം ആ ചുമരിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ വീട് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്, ഒരു ശൈഖിനും ഒരു വലിയനും ഉള്ളതല്ല എന്ന്. അല്ലേ? ഇത്ര ക്ലിയർ അല്ലേ തൗഹീദ്? ഇത്ര ക്ലിയർ അല്ലേ തൗഹീദ്? മുഹമ്മദുർ റസൂൽ പഠിപ്പിച്ച തൗഹീദ് ഇത്ര ക്ലിയർ അല്ലേ? അതേ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബായത് രണ്ടാമത്തത് നിർമ്മാണാധികാരമായ അള്ളാഹ്ക്ക് മാത്രമായത് കൊണ്ടാണ്. അപ്പൊ ഉടമസ്ഥതാധികാരം രണ്ടാമത്തത് നിർമ്മാണാധികാരം. ഇതാണ് റബ്ബാകാനുള്ള യോഗ്യത. അള്ളാഹനെ നമ്മൾ റബ്ബ് എന്ന് വിളിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. മൂന്നാമത്തെ യോഗ്യത തദബ്ബുറാൻ, നിയന്ത്രണാധികാരം. എന്റെ മലയാള പറഞ്ഞത് ഷാഫി സാഹിബ് അതിന്റെ ഉറുദോ കർണാടകോ തുളുവോ കുന്തോ എന്താ പറഞ്ഞു കൊടുത്തോളണം. ഉടമസ്ഥതാധികാരം, നിർമ്മാണാധികാരം, നിയന്ത്രണാധികാരം എന്ന് വെച്ചാൽ ഒരു ഈച്ചയെ പോലും നിർമ്മിച്ചതിന് ശേഷം ആ ഈച്ച നശിക്കുന്നത് വരെ ആ ഈച്ചയുടെ ഒരു ഉത്തരവാദിത്വവും അല്ലാഹു തആല വേറെ ആരെയും ഏൽപ്പിക്കുന്ന പ്രശ്നമില്ല. അള്ളാന്റെ സ്വന്തം കയ്യിലാണ് അതിന്റെ തദബ്ബുർ. പിന്നെ മനുഷ്യന്റെ കാര്യം പറയാറുണ്ടോ? ഒരു ഈച്ചയെ അല്ലാഹു തആല നിർമ്മിക്കുകയാണ്. ആ ഈച്ചനെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ഈച്ച ചാകുന്നത് വരെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം, അതിന് അന്നം കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ആ ഈച്ചക്ക് വെള്ളം കൊടുക്കേണ്ട ഉത്തരവാദിത്വം, ആ ഈച്ചക്ക് പുനർനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം, അതിന്റെ പ്രത്യുൽപാദനത്തിന്റെ ഉത്തരവാദിത്വം ഇത് അള്ളാഹ്ക്ക് മാത്രമാണ്. ആ ഈച്ചന്റെ കാര്യത്തിൽ അള്ളാഹ് ഒരു വലിയനെ ഏൽപ്പിച്ചിട്ടില്ല, ഒരു ശൈഖിനെ ഏൽപ്പിച്ചിട്ടില്ല. അല്ലാഹു തആല അല്ലാഹു അല്ലാത്ത ആരെയും ആ ഈച്ചന്റെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് മൂന്നാമത്തെ അധികാരം തദബ്ബുർ. എന്താണ് തെളിവ്? ഖുർആൻ. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. യുദബ്ബിറു, അല്ലാഹുവാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അൽ അംറ, സകല കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവാണ്. മിനസ്സമാഇ ഇലൽ അർള്, ആകാശം മുതൽ ഭൂമി വരെ. മിനസ്സമാ, ആകാശം മുതൽ, ഇലൽ അർള്, ഭൂമി വരെ സകല കാര്യങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും അവനാണ്. അപ്പോൾ ഉടമസ്ഥതാധികാരം, നിർമ്മാണാധികാരം, നിയന്ത്രണാധികാരം, ഈ മൂന്നധികാരം ഏതൊരുത്തനിൽ മാത്രം നിക്ഷിപ്തമാണോ അവന് മാത്രമേ റബ്ബ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ.